നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ അദാനി, വീനം ബോട്ട്, MSC 13,000 കോടി. സതീശൻ സാറ് നമ്മൾ വിചാരിച്ച ആളല്ല. സ്റ്റീഫൻ നെടുവള്ളി നമ്മൾ വിചാരിച്ച ആളല്ല സാറേ. സാറ് വേറെ റേഞ്ചാണ്, റേഞ്ച് വേറെ ലെവലാണ്. അതായത് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വരാൻ പോകുന്നതിന് 2 ദിവസം മുന്നേ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശൻ സാറ് ഒരു പ്രൈവറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് പോകാൻ വേണ്ടി മാത്രം ഏകദേശം ഒരു 40 മുതൽ 50 ലക്ഷം വരെ അതിന് ചിലവ് വരും. അതിനുവേണ്ടി മാത്രം. അതാരാണ് സ്പോൺസർ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിൽ ആരോട് അവിടെ ഉണ്ടെന്ന് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈവറ്റ് ആളുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചക്ക് വേണ്ടി ഇയാൾ ഇദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇദ്ദേഹം പോവുകയും ചെയ്യുകയാണ്. പോകുന്നു, അദ്ദേഹം വരുന്നു. ആകെ മന്ത്രിസഭ വന്നിട്ട് 1-2 മാസം ആവുന്നേ ഉള്ളൂ, 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ബക്കാടി, ഫസ്റ്റത്തെ വിഷയത്തിൽ തന്നെ തുടങ്ങാം. ബക്കാടി എന്ന് പറയുന്ന ആഗോള ഭീമൻ, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡിയും വിസ്കിയും ലിക്വർ ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന അവർക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഒന്നാമത്തെ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ ഫിനാൻസ് മന്ത്രിയും കൂടിയായ സതീശൻ സാറ് ഒരു ഡിസ്കൗണ്ട് അങ്ങ് കൊടുക്കുകയാണ്. ടാക്സ് ഇനത്തിൽ ഇളവ് കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നതിന് ആ കമ്പനിയെ സർക്കാർ പ്രൊമോട്ട് ചെയ്യുകയാണ്. അവർക്ക് എന്ത് കൊടുത്തുകൊണ്ട് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അതായത് ടാക്സ് ഇപ്പോൾ 30% ടാക്സ് എങ്കിൽ സർക്കാരിന് 100 രൂപയുടെ മദ്യം വിറ്റ് കഴിഞ്ഞാൽ 30 രൂപ സർക്കാരിന് കിട്ടേണ്ടതാണെങ്കിൽ അത് വെറും 10% ആക്കി കൊടുക്കുകയാണ്. എക്സാമ്പിളാണ്, കണക്കുകൾ പറയാണ്. അപ്പം ഇങ്ങനെ ബക്കാടിയെ സഹായിക്കുന്നു. ബക്കാടി എന്ത് തന്നെയായാലും വീര്യം കുറഞ്ഞാലും വീര്യം കൂടുതലായാലും അവരെ കച്ചവടം അവർക്കുണ്ടാവും അല്ലേ? അവർ 100 കോടി കച്ചവടം ചെയ്യുന്നത് 100 എന്നുള്ള 200 കോടി ചിലപ്പം കച്ചവടം ചെയ്യും. ടാക്സ് കുറച്ച് കൊടുത്തതിന് അത് കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ട് അവർക്കറിയാം. മദ്യം എങ്ങനെ വിൽക്കണമെന്നൊന്നും ബക്കാടിനെ സതീശൻ സാറോ കേരള സർക്കാരൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ നന്നായിട്ട് പഠിച്ചിട്ടും മാർക്കറ്റ് ചെയ്തിട്ടാണ് അവരിവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഒരു ടാക്സ്, ഒരു നികുതി ഇനത്തിൽ കിട്ടേണ്ട സംഭവം വെറുതെ ഡിസ്കൗണ്ട് ആയി കൊടുത്തിട്ട് ആ പൈസയും കൂടി കളയേണ്ട ആവശ്യം എന്താണ്? എന്നിട്ട് ഇവരുടെ UDFന്റെ നയം എന്താ പോലും? മദ്യം വർജിക്കണം. മദ്യം ഇവരെ എന്ത് ചോദിച്ചാലും ഇവർക്കിപ്പോൾ കുറ്റം പറയാനുള്ളത് പിണറായി വിജയനാണ്. പിണറായി വിജയന് പിന്നെ 900 ബാർ തുറന്നു. എന്തൊക്കെ ഇതിൽ രാഷ്ട്രീയം പൊളിറ്റിക്സ് മാറ്റി വെച്ചോളും. പിണറായി വിജയനോ XYZ എന്തോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 10 വർഷത്തിൽ തൊട്ട് മുന്നേ ഉമ്മൻചാണ്ടി സർക്കാർ വീഴാനുള്ള കാരണം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ശവപ്പെട്ടിയിലുള്ള അവസാന താണി അടിച്ച ആരായിരുന്നു? സരിതയായിരുന്നു? അല്ല, അത് ബാറുകാരാണ്. ബാർ കോയ വിവാദം മറവിയാണ് ആൾക്കാരുടെ പ്രശ്നം. KM മാണി 1 കോടി വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാർ മുതലാളി പ്രസ് കോൺഫറൻസ് നടത്തിയില്ലേ? KM മാണിയുടെ വീട്ടിലേക്ക് മാർച്ച് നടന്നില്ലേ? KM മാണിയുടെ വീട്ടിൽ നോട്ടെന്ന മെഷീൻ എത്ര ഉണ്ട് എന്നാ പറഞ്ഞത്? പെരകോട്ടേക്ക് പോയി ഓർമ്മിച്ചെടുത്താൽ മതി. അങ്ങനെ ഇവർ കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ 850ഓളം ബാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനെ ഓമന പേരങ്ങ് മാറ്റി, ബാർ എന്നുള്ള പേര് മാറ്റിയിട്ട് വൈൻ ആൻഡ് ബിയർ പാർലർ, വൈനും ബിയറും മാത്രം കിട്ടുന്ന വൈൻ ആൻഡ് ബിയർ പാർലറാക്കി മാറ്റി. 3 സ്റ്റാർ ഹോട്ടലുകളിലുള്ള എല്ലാ സംഭവങ്ങളും പിണറായിയുടെ സർക്കാർ വന്നപ്പോൾ അവർ തന്നെ ഈ ബാർ ഓണേഴ്സിൻ്റെ കോടതിയിൽ പോയി അവരുടെ വിധി കൈക്കലാക്കിയിട്ട്, അവർക്ക് അനുകൂലമായി വിധി കൈക്കലാക്കിയിട്ട് വീണ്ടും ആ ഉമ്മൻചാണ്ടി ഇട്ട് കൊടുത്ത ബിയർ ആൻഡ് വൈൻ പാർലർ എന്നുള്ള ഓമന പേര് മാറ്റിയതിന് ശേഷം അവർ വീണ്ടും സജീവമായി. ഇതാണ് സത്യാവസ്ഥ. എന്നിരിക്കെ ഇപ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഗവൺമെന്റിന് കിട്ടേണ്ട ഒരു വരുമാനം കൂടി ഇല്ലാതാക്കിയിട്ട് ബക്കാടിയെ പ്രൊമോട്ട് ചെയ്തതും ആ വിമാനയാത്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കേരള ജനത പരിശോധിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇനി ഇപ്പോഴത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. MSC വീനം ബോട്ട് അദാനിക്ക് ആദ്യം കൊടുത്താണ്. അദാനിയെ പിന്നെ ആർക്കും ഒന്നും പറയാനും ചെയ്യാനൊന്നും പറ്റില്ല. അദാനി ഈസ് എ പാർട്ട് ഓഫ്, അല്ലെങ്കിൽ അദാനിയെ സപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അദാനിക്ക് അനുകൂലമായിക്കൊണ്ട് എല്ലാ നിലപാടുകളും എല്ലാ നിയമങ്ങളും എല്ലാ ടാക്സ് സംവിധാനങ്ങളും ഉണ്ടാക്കുന്നത് കേന്ദ്രമാണ്. അപ്പോൾ അദാനി സ്വാഭാവികമായിട്ടും അദാനി വളരും. വീനം ബോട്ട് അദാനി പിടിക്കും. അത് ഗവൺമെൻറ്റിന് ഒരു സംഖ്യ അടച്ചുകൊണ്ട് 2000 കോടി 2500 കോടി അടച്ചിട്ടാണ് കിട്ടിയത്. ആ വീനം ബോട്ടിന് അദാനിക്കാണ് ഓണർഷിപ്പ് ഇപ്പോൾ ഉള്ളത്.
പ്രൈവറ്റ് ഓണർഷിപ്പ് ആക്കിയതാണ്. ഈ ഓണർഷിപ്പിൽ നിന്ന് 40% ഷെയറുകൾ ലോകത്തിലുള്ള ആഗോള കണ്ടെയ്നർ മൂവ്മെന്റ് ഭീമനായ കാർഗോ ഭീമനായ MSCയിലേക്ക് പറയുന്നത് ലോകത്ത് 5 കണ്ടെയ്നർ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്ന് MSCയുടെ ആയിരിക്കും. അത്രയും വലിയ ജയൻ്റാണ്, കോർപ്പറേറ്റ് ജയൻ്റാണ് MSC. അവർ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഷെയറുകളിൽ നിന്ന് അദാനിക്ക് 13,000 കോടി കൊടുത്തുകൊണ്ട്, ഓർമ്മിക്കണേ 2,000 കോടിക്ക് അദാനി വാങ്ങിയ സാധനമാണിത്. അതിന് 40% മാത്രം ഇപ്പം 13,000 കോടിക്ക് വിറ്റുകൊണ്ട് MSC കേരളത്തിലേക്ക് അദാനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. അവർ കേരളത്തിൽ പോർട്ടിന്റെ ഭാഗമാകാൻ പോവുകയാണ്. പോർട്ട് മൂവ്മെന്റിന് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടൊരു വാർത്തയാണത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UDF സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് MSC കേരളത്തിലേക്ക് 13,000 കോടി നിക്ഷേപിക്കുകയാണ്. 13,000 കോടി പോയിട്ട് 13 ഉറുപ്പ്യ 13 ഉറുപ്പ്യ പോലും കേരളത്തിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അദാനി 2,500 കോടി കൊടുത്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൈക്കലാക്കിയ വിഴിഞ്ഞം പോർട്ടിന്റെ 40% ഷെയർ അദാനി MSCക്ക് വിറ്റിരിക്കുകയാണ്. അങ്ങനെ MSC അദാനിയുടെ പാർട്ണറായി മാറുകയാണ്. അല്ലാതെ ഇവിടെ ഗവൺമെന്റിന് ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ. പിന്നെ ഇതേ MSC ഇവിടെ ഓപ്പറേഷൻ മൂവ്മെന്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പോർട്ടിന്റെ വികസനം കുറച്ച് നടക്കും, ഇല്ല എന്ന് പറയുന്നില്ല, തെറ്റില്ല, അത് കറക്റ്റാണ്. പക്ഷെ ഗവൺമെന്റിന് എന്തോ കേരളത്തിലേക്ക് എന്തോ ഒരു നിക്ഷേപം വരുന്നു എന്ന രീതിയിലാക്കി മാറ്റേണ്ട ആവശ്യം എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അദാനിക്ക് കേരള സർക്കാരാണ് ഇതിന്റെ ജന്മി ഓണർഷിപ്പ്, ഒരു ടെനൻഷിപ്പാണ് കൊടുത്തത്, കുടിയാനാക്കി കൊടുക്കുക. എത്രയോ വർഷത്തേക്ക്, 40 വർഷത്തേക്കായിട്ട് കുടിയാനാക്കിയിട്ടാണ് അദാനിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ അദാനിക്ക് കൊടുത്ത ഷെയറുകൾ അദാനിയുടെ കയ്യിൽ നിന്ന് വേറൊരാൾക്ക് 25% കൂടുതൽ വിൽക്കണമെങ്കിൽ അദാനിക്ക് കേരള സർക്കാരിന്റെ അനുമതി പത്രം വേണം. സെബി ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെബിയുടെ അനുമതി വേണം. NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. കേരള സർക്കാരിന്റെ അനുമതി വേണം. ഇതൊക്കെ നിലനിൽക്കെ നേരെ MSC 40% ഷെയർ എക്വയർ ചെയ്തു, അല്ലെങ്കിൽ പൈസ വന്നു എന്നുള്ളൊരു വാർത്തയാണ്, അപകടകരമായ ഒരു വാർത്തയാണ് ഇപ്പം പുറത്തു വരുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത. ബക്കാടിക്ക് ബഡ്ജറ്റിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുത്ത് ബ്രീസർ എന്നോ വീരം കുറഞ്ഞ മദ്യം കൊണ്ടുവന്ന് കേരളത്തിലെ സമൂഹത്തിലെ ഡ്രഗിന്റെ എണ്ണം കുറക്കാനെന്ന് ന്യായീകരണം കൊണ്ട് വന്നതുപോലെ ഇവിടെ അദാനി ഈ ഷെയർ വിൽക്കാൻ അദാനിക്ക് സ്വന്തമായ അധികാരമുണ്ട് എന്ന് പോലും പല മേഖലയിൽ നിന്നും ബന്ധപ്പെട്ട ഓതറൈസ്ഡ് അല്ലാത്ത സോഴ്സുകൾ പറയുന്നത് കേട്ടു. ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത വാർത്തയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വാർത്തകൾ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് അതിന് ക്ലിയർ കൊടുക്കേണ്ടത് ആരാണോ വിവാദം ഉണ്ടാക്കിയ സോഴ്സാണ്. ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഗവൺമെന്റാണ് ഇത് ക്ലിയർ ആക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആണ് എല്ലാവരും എന്ന രീതിയിൽ കാര്യങ്ങൾ പോകാനുള്ള ഫസ്റ്റ് കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തൊട്ടടുത്ത് വരെ എത്തി നിന്നിരുന്ന KC വേണുഗോപാൽ സാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, KC സാർ ഒന്നും അറിയാണ്ട് പറയുന്ന ആളല്ല, ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, കോൺഗ്രസ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ആളാണല്ലോ. ഒന്ന് കേട്ട് നോക്കാം. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അതെ, അദാനി സൂപ്പർ ഗവൺമെന്റ് ആണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണ് അവർ വിചാരിക്കുന്നത്. അത് അദാനിയല്ലേ വ്യക്തമാക്കേണ്ടത്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? അതാ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുക്കുന്നതാണ്. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി സൂപ്പർ ഗവൺമെന്റ് ആണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ വ്യക്തമായിട്ട് KC സാർ പറഞ്ഞു കേട്ടില്ലേ? അദാനി സൂപ്പർ ഗവൺമെന്റ് ആണോ? അദാനി കേരള സർക്കാരെ പൊട്ടം കളിപ്പിച്ചുകൊണ്ട്
അങ്ങനെ ഒരു അനുമതി സ്വയം എടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കയ്യിൽ കിട്ടിയ വീണ്ടും ബോട്ട് മൊത്തം അങ്ങ് വിറ്റ് തുലക്കാനൊന്നും കേരള സർക്കാർ വിടൂല. ഇനി കേരള സർക്കാർ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ KCR വിടൂല. വ്യക്തമാണല്ലോ. ഒന്നും കൂടി വ്യക്തമാകാത്ത ആൾക്കാർക്ക് വേണ്ടി കേൾക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല, മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതും കൂടി പറഞ്ഞു വെക്കുന്നത് KCR ആണ്. ഓക്കെ, പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവര് തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ, അതാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ തീരുമാനിച്ചില്ല. സർക്കാരിന്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളാരും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ടില്ലേ, മുഖ്യമന്ത്രി പറഞ്ഞവരും മുഖ്യമന്ത്രി അറിഞ്ഞില്ല. അത് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നല്ലത്, അല്ലെ മുഖ്യമന്ത്രിയുടെ നടി കേടാകുന്ന രീതിയിലാണ് KCR പറഞ്ഞു വെച്ചത്. ഇനി ഇതൊരു നെഗറ്റീവ് വാർത്ത. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ബൂസ്റ്റർ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ബൂസ്റ്റിംഗ് പവറായിട്ട് ഒരാളുണ്ട്. അദ്ദേഹമാണ് മെയിൻ ഇത് ഇറക്കുന്നത്. കാണാം. സതീശന്റെ പോർട്ട് എക്കോണമി സ്വപ്നത്തിന് വളരെ വലിയൊരു ബൂസ്റ്റ് കിട്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC വിഴിഞ്ഞം പോർട്ടിലേക്ക് 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അദാനിയുടെ 49% ഷെയർ അവർ വാങ്ങുന്നു. ഒരു ഇന്ത്യൻ പോർട്ടിൽ വരുന്ന ഏറ്റവും വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണിത്. ഈ MSC എത്ര വലുതാണെന്നറിയോ? ലോകത്തെ 5 കണ്ടെയ്നറുകൾ എടുത്താൽ അതിൽ 1 മൂവ് ചെയ്യുന്നത് ഇവരാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ബിഗ്ഗസ്റ്റ് കസ്റ്റമറായ അവർ ഇപ്പോൾ പോർട്ടിന്റെ പകുതി വാങ്ങുകയാണ്. അങ്ങനെ അവരുടെ കൂടുതൽ ഷിപ്സും കാർഗോയും ഇവിടെ വരുമെന്ന് ഉറപ്പായി. ലോജിസ്റ്റിക്സ് പാർക്സ്, വെയർഹൌസിംഗ്, ഇൻഡസ്ട്രീസ്, ആയിരക്കണക്കിന് ജോബ്സ്, കേരളത്തിന്റെ എക്കണോമിയെ മാറ്റിമറിക്കുന്ന വലിയൊരു ബെറ്റായിരുന്നു വിഴിഞ്ഞം ഓൾറെഡി. ഈ ഇൻവെസ്റ്റ്മെന്റോട് കൂടി ആ സ്വപ്നം കൂടുതൽ വലുതാകും, കൂടുതൽ വേഗത്തിൽ നടക്കും. പക്ഷെ എല്ലാവരും മിസ് ചെയ്യുന്ന മെയിൻ പോയിന്റ് ഇതാണ്. ആഫ്റ്റർ ഓൾ ഇത് കേരളത്തിന്റെ പോർട്ടാണ്. അദാനിക്ക് 40 വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാനും. ഇത് കേരളത്തിന്റെ ബോട്ടാ കേട്ടോ. ഇത് കേരളത്തിന്റെ ബോട്ടാ. സാറ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് അമേരിക്കയുടെ ബോട്ടെന്നായിരുന്നു. അവകാശം മാത്രമേ ഉള്ളൂ. 16ാമത്തെ വർഷം മുതൽ റവന്യൂവിന്റെ 40% വരെ കേരളത്തിന് കിട്ടും. അവസാനം പോർട്ട് മുഴുവനായി കേരളത്തിന് സ്വന്തമാകും. അതായത് വേൾഡിലെ നമ്പർ 1 ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ വളർത്താൻ പോകുന്നത് കേരളം ഓൺ ചെയ്യുന്ന ഒരു അസറ്റ് ആണ്. ഇതൊക്കെ ആണെങ്കിലും ഒരു ക്യാച്ച് ഉണ്ട്. MSCയും അദാനിയും ഇതുവരെ ഫോർമലി കേരള ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. സ്റ്റേറ്റിന്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ എന്ത് നടക്കുമെന്ന് നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാം. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അതിശക്തം. ചങ്ങായി വൈറ്റ് വാഷ് അടിക്കാൻ പുട്ടി വേണ്ട, കുമ്മായം വേണ്ട, ഒന്നും വേണ്ട. ഈ ചങ്ങായിനെ മാത്രം കൊണ്ടുപോയാൽ മതി. വളരെ സംഭവം പറയുമ്പോൾ വളരെ കഴിവുള്ള ആളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനും അതുപോലെയുള്ള ബാക്കിയുള്ള സ്റ്റോക്ക് ട്രേഡുകൾക്കൊക്കെ അഗ്രഗണ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പുതിയ മേഖല വൈറ്റ് വാഷിംഗ് ആണ്. വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ നെറോലാക്, എപെക്സ്, അൾട്ടിമ, പൂപ്പലേ വിട പായലേ വിട എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു പെയിൻറ്റിങ്. കേട്ടിട്ടില്ലേ? പുള്ളി പറഞ്ഞ സംഭവങ്ങളൊന്നും കൂടി കേട്ടാൽ കറക്റ്റ് മനസ്സിലാവും. വേർഡ് ബൈ വേർഡ് പെയ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ളതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ, ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓരോ പോയിന്റിലും ഓരോ വേർഡിലും ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ സതീശൻ സാറെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ തന്നെ സതീശൻ ചേട്ടന് നേരെയുള്ള കുറ്റങ്ങൾ എങ്ങനെ കുറ്റവിമുക്തമാക്കാം എന്നുള്ള അഡ്വക്കേറ്റ് നരിമാന്റെ ഒരു ലൈനാണ് അദ്ദേഹം. കേട്ടോളൂ. സതീശന്റെ പോർട്ട് എക്കോണമി സ്വപ്നത്തിന് വളരെ വലിയൊരു ഫസ്റ്റ് പോയിന്റ്, VD സതീശന്റെ പോർട്ട് എക്കണോമി സ്വപ്നം. ആയിക്കോട്ടെ, പോർട്ട് എക്കണോമി ആണോ VD സതീശന്റെ സ്വപ്നം? ആയിക്കോട്ടെ, ശരി. VD സതീശൻ സാറിന്റെ പോർട്ട് എക്കണോമി എന്നുള്ള സ്വപ്നത്തിന്റെ വലിയൊരു ബൂസ്റ്റ് ഇതാ കിട്ടിയിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ലാസ്റ്റ് പറഞ്ഞത് ഫസ്റ്റും കൂടി കൂട്ടിക്കുവച്ച വിരോധാഭാസം ഉണ്ടാവും. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ VD സതീശൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് സ്വപ്നം ഇതാണ്. പക്ഷേ VD സതീശൻ സാർ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവർ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടില്ല. ഫസ്റ്റും ലാസ്റ്റും കൂടി ഓർമ്മിച്ചാൽ മതി. ഫസ്റ്റ് പറയുന്നത് VD സതീശൻ സാറിൻ്റെ സ്വപ്നം പ്രൊജക്റ്റായ പോർട്ട് എക്കണോമി വലിയൊരു ബൂസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ സാറ് ഗവൺമെൻറ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എടാ എന്ത് വാടേ, വെളുപ്പിക്കുമ്പോൾ ഒക്കെ ഒരു മാന്യത വേണ്ടേ? വേൾഡിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC വിഴിഞ്ഞം പോർട്ടിലേക്ക് 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അടുത്തത് വേൾഡിലെ ഏറ്റവും വലിയ കമ്പനി. ഓക്കെ, ആയിക്കോട്ടെ. വേൾഡിലെ ഏറ്റവും വലിയ കമ്പനി അവരൊന്നല്ല, വൺ ഓഫ് ദ ലീഡിങ് 5, 6 or 7 കമ്പനീസിലെ ഒരു കമ്പനിയാണെന്ന് പറയാം. ഈ MSC
എന്താ പറഞ്ഞത്? കേരളത്തിലേക്ക് 13,000 കോടിയോ? കേരളത്തിലേക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലേക്കോ? അല്ലെ കേരള ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കോ? അല്ലെ കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലേക്ക് പ്രത്യേകം 13,000 കോടി കൊടുക്കുന്നതാണോ? എന്ത് വാടേ? നീയൊക്കെ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് അല്ലേ? ഇങ്ങനെ ഒരു കാടടിച്ച് വെടിവെക്കാൻ പാടുണ്ടോ? 13,000 കോടിക്ക് MSC എന്ന് പറഞ്ഞ കമ്പനി അദാനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച മൊത്തമായിട്ട് 2,500 കോടിക്ക് 700 കോടിക്ക് മേടിച്ച വിയറ്റ്നാം പോർട്ടിൻ്റെ 40% ഷെയർ മാത്രം വിൽക്കുന്ന എമൗണ്ടാണ് 13,000 കോടി. എമൗണ്ട് ആർക്ക് പോവും? അദാനിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കേരളത്തിലേക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു? എന്താണ് മിസ്റ്റർ നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ലോജിക്ക് വേണ്ടേ? ജനങ്ങൾ ഇങ്ങനെ മണ്ടന്മാരാക്കണോ? നോക്കാം. അദാനിയുടെ 49% ഷെയർ അവർ വാങ്ങുന്നു. ഒരു ഇന്ത്യൻ പോർട്ടിൽ വരുന്ന അത് കറക്റ്റ്. അദാനിയുടെ 49% ഷെയർ MSC മേടിക്കുന്നു. അപ്പൊ MSCക്ക് ഷെയർ കിട്ടുന്നു, അദാനിക്ക് പൈസ കിട്ടുന്നു. കേരള സർക്കാരിന് എന്ത് കിട്ടും? 40 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണോ നിങ്ങൾ പറയുന്നത് മിസ്റ്റർ? 40 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ പോർട്ട് അവിടെ ഉണ്ടാവും. ഇവന്മാരൊക്കെ എന്താ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവും? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ MSC എത്ര വലുതാണെന്ന് അറിയോ? ലോകത്തെ 5 കണ്ടെയ്നറുകൾ കേരളത്തിലേക്കുള്ള ഏറ്റവും വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോലും 13,000 കോടി. എൻ്റെ ചേട്ടാ, സമയം കിട്ടുമ്പോൾ ബ്ലാക്ക് റോക്ക്, ബ്ലാക്ക് സ്റ്റോൺ, വാൻഗാർഡ് ഒക്കെ ഇതുപോലുള്ള ആഗോള ഇക്വിറ്റികൾ കേരളത്തിലെ ഹെൽത്ത് സെക്ടർ, വ്യക്തമായിട്ട് പറയാം ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, ഈ 2 മേഖലയിലും എത്ര 1000 കോടിയാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായി ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തും. എന്നിട്ട് പറ, ഇതാണോ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണോ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫാർമ സെക്ടർ കൂടി വേണേൽ കൂട്ടിക്കോ. ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡായിട്ട് സ്പെക്ട്രത്തിൽ പറഞ്ഞതാണ്. ഇത് വാടേ. എന്നാൽ അതിൽ ഒന്ന് മൂവ് ചെയ്യുന്നത് ഇവരാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ബിഗ്ഗസ്റ്റ് കസ്റ്റമറായ അവർ ഇപ്പോൾ പോർട്ടിന്റെ പകുതി വാങ്ങുകയാണ്. അങ്ങനെ അവരുടെ കൂടുതൽ അവിടെ എടുത്തോ. വിഴിഞ്ഞം പോർട്ടിന്റെ ബിഗ്ഗസ്റ്റ് കസ്റ്റമറായ അവർ പോർട്ടിന്റെ പകുതി മേടിക്കുകയാണ്. അതിൽ തന്നെ ഇല്ല ചേട്ടാ, എന്തിനാ അവർ മേടിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഞാൻ സ്ഥിരമായ ഒരു കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരെനിക്ക് സാധനം വിറ്റുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, എനിക്ക് വിൽക്കുന്നത് ഒരു സാധനം ഒരു 20 രൂപക്കാണ്. ഞാൻ അവിടെ 20,000 രൂപ കൊടുത്ത കടയിൽ ഒരു ഷെയർ മേടിക്കുന്നു. പിന്നെ എനിക്ക് 20 രൂപ കിട്ടിയ സാധനം ഇനി 2 തരത്തിൽ കിട്ടും. ഒന്ന് കോസ്റ്റിന് കിട്ടും, അതിൻ്റെ കോസ്റ്റ് 10 രൂപയാണ്, 10 രൂപക്ക് കിട്ടും. ഇനിയല്ല, ഒരു പരിധിയിൽ കൂടുതൽ അത് മേടിക്കുവാണെങ്കിൽ, അതിൻ്റെ FOC കിട്ടുവാണെങ്കിൽ അതൊരു 1000 മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ 200 കിട്ടുവാണെങ്കിൽ ആ 200 എനിക്ക് എടുക്കാം. ഞാനും അതിൻ്റെ പാർട്ട്ണറായിരിക്കുകയാണ്. എന്താണ് ബ്രോ ഇതൊരു ലോജിക്കലി പറയുവാണെങ്കിൽ MSC എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് പ്രോഫിറ്റ് മാത്രമാണ് വിയറ്റ്നാം ഡീൽ. ഇതിൽ കേരള ഗവൺമെൻറ്റിന് എന്ത് കിട്ടുന്നു, സതീശൻ സാറിന് എന്ത് കിട്ടുന്നു? കുറച്ച് തൊഴിൽ കിട്ടുമായിരിക്കും. കുറച്ചും കൂടി മൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടും. വേറെന്നാ ഫിനാൻഷ്യലി എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ പറയുന്നത്? എന്നാലും കേൾക്കാം. നീ വെളുപ്പിക്കാൻ ശ്രമിച്ചതല്ലേ, നോക്കാം. പകുതി വാങ്ങുകയാണ്. അങ്ങനെ അവരുടെ കൂടുതൽ ഷിപ്സും കാർഗോയും ഇവിടെ വരുമെന്ന് ഉറപ്പായി. ലോജിസ്റ്റിക്സ് പാർക്സ്, വെയർഹൌസിംഗ്, ഇൻഡസ്ട്രീസ്, ആയിരക്കണക്കിന് ജോബ്സ് കേരളത്തിന്റെ എക്കണോമിയെ എവിടെയാണ് ബ്രോ പറഞ്ഞു പോകുന്നത്? ലോജിസ്റ്റിക്സ് പാസ്, ഒരുപാട് തൊഴിലവസരങ്ങൾ, കേരളത്തിന്റെ എക്കണോമി എവിടെ? വിയറ്റ്നാം പോർട്ട് അവിടെ ഓൾറെഡി ഉണ്ട്. ഓൾറെഡി അവിടെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഈ MSC നിങ്ങൾ പറഞ്ഞു അവിടുത്തെ വലിയൊരു കസ്റ്റമറാണ്. അവരടക്കമുള്ള കമ്പനികൾ വരുന്നും പോകുന്നുമുണ്ട്. ലോജിസ്റ്റിക്സ് പാസ് ഓൾറെഡി ഉണ്ട്, തൊഴിലവസരങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇവർ പ്രത്യേകം ഒരു പൈസ ഇറക്കിയത് കൊണ്ട് അവർക്ക് MSC എന്ന് പറയുന്ന കമ്പനിക്ക് ലാഭമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? MSC എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് കോടികൾ ലാഭമുണ്ട് ഈ ഡീൽ വെച്ചുകൊണ്ട്. കേരളത്തിന്റെ എക്കണോമി എന്താണ് ഇവിടെ മാറാൻ പോകുന്നത്? ഈ ഒരു MSC വന്നുകൊണ്ട് മാത്രം ഈ 13,000 കോടി അദാനിയുടെ പോക്കറ്റിലേക്ക് പോകും. തെറ്റിദ്ധരിപ്പിക്കുകയാണോ ജനങ്ങളെ? വലിയൊരു ബെറ്റായിരുന്നു വിഴിഞ്ഞം. ഓൾറെഡി ഈ ഇൻവെസ്റ്റ്മെന്റോട് കൂടി ആ സ്വപ്നം കൂടുതൽ വലുതാകും, കൂടുതൽ വേഗത്തിൽ നടക്കും. പക്ഷെ എല്ലാവരും മിസ് ചെയ്യുന്ന മെയിൻ പോയിന്റ് ഇതാണ്. ആഫ്റ്റർ ഓൾ ഇത് കേരളത്തിന്റെ പോർട്ടാണ്. അദാനിക്ക് 40 വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 16ാമത്തെ വർഷം മുതൽ റവന്യൂവിന്റെ 40% വരെ കേരളത്തിന്റെ പോർട്ടാണ് ഇത് കേട്ടോ. എല്ലാവരും മറന്നു പോകണ്ട, ഇത് കേരളത്തിന്റെ പോർട്ടാണ്. 40 വർഷം കഴിഞ്ഞ് അദാനി പോകും അവിടുന്ന്. അദാനിയുടെ ലൈഫ് ടൈം കഴിയും. പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അയാൾ പുതുക്കിയിട്ട് എടുക്കുകയോ കേരളത്തിന് തിരിച്ചു കിട്ടും. ഇത് ഇന്റർനാഷണൽ കോൺട്രാക്ട്സിനെ പറ്റിയിട്ടും
എങ്ങനെയാണ് അതിൽ പുതുക്കാനുള്ള കാലാവധി അവിടെ തീരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻക്രിമെൻ്റ് വെച്ചതിന് ശേഷം അത് പുതുക്കാനുള്ള ഒരു ക്ലോസും കൂടി അതിൽ വെച്ചുകൊണ്ടാണ് ആഗോള ഭീമന്മാരൊക്കെ കരാർ പിടിക്കുക. അദാനിയും അങ്ങനെ തന്നെയാണ് പിടിച്ചിട്ടുണ്ടാവുക. ഇനി അല്ലെങ്കിൽ തന്നെ 40 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോഫിറ്റിന് വേണ്ടി ഇന്ന് ഒരു ഗ്രേറ്റ് ലോസ് എക്കണോമിക്കും സർക്കാരും സഹിക്കേണ്ട ആവശ്യം എന്താണ്? കേൾക്കാം. കിട്ടും. അവസാനം പോർട്ട് മുഴുവനായി കേരളത്തിന് സ്വന്തമാകും. അതായത് വേൾഡിലെ നമ്പർ 1 ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ വളർത്താൻ പോകുന്നത് കേരളം ഓൺ ചെയ്യുന്ന ഒരു അസറ്റ് ആണ്. ഇതൊക്കെ ആണെങ്കിലും ഒരു ക്യാച്ച് ഉണ്ട്. MSCയും അദാനിയും ഇതുവരെ ഫോർമലി കേരള ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. സ്റ്റേറ്റിന്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ അതൊക്കെ സ്റ്റേറ്റിൻ്റെ ആൾക്കാർ അപ്രൂവൽ കൊടുത്തോളൂ. അപ്രൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ടും സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ വിമാനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ ചാർട്ട് ചെയ്തും ചാർട്ട് ചെയ്യാതെയും ആകാശത്തിൽ കൂടി പറക്കുന്നതും പോകുന്നതും വരുന്നതും ഇതുപോലെയുള്ള കരാറുകൾ നിലവിൽ വരാനും കരാറുകൾ ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് വിമാനങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത്. ഈ സാറിനത് അറിയില്ല. സാർ അവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഇനി സാറ് തന്നെ മെയിൻ സാറ് തന്നെ എന്താ പറയുന്നത് നോക്കാം. മെയിൻ സാറ് വാ തുറന്നിട്ടുണ്ട്. എനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ഓരോന്നും പറയല്ലേ. ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ ആര്യാടൻ സാറിന്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ്. ആര്യാടൻ സാറിന്റെ ബന്ധുവാണ്. അപ്പോൾ ഒരു അഴിമതി ഒന്നും ഉണ്ടാവില്ല. ആര്യാടൻ സാറിന്റെ ബന്ധു എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആര്യാടൻ സാറിന്റെ ബന്ധു എന്ന് പറയുമ്പോൾ യാതൊരു തെറ്റും ചെയ്യൂല, യാതൊരു കൈക്കൂലിയും മേടിക്കൂല, അദാനിയുമായിട്ടൊരു ലിങ്കും ഉണ്ടാവില്ല. അദാനി 100 കോടി കൊടുത്തതിനെ വേണ്ടാന്ന് പറയുന്ന ആളാണ് ആര്യാടൻ സാറിന്റെ ബന്ധുക്കളെല്ലാം. പൈസ കൊടുത്താൽ മേടിക്കാത്തവരാ. ഓക്കെ, സർട്ടിഫിക്കറ്റ് ആണ്. ഞാനെന്തിനാ പോയത് ഇലക്ഷൻ കാലത്ത് അദാനിയുടെ എവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയെ ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനാണ്. എന്നാൽ നിങ്ങൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ആളെയല്ല കണ്ടത്. നിങ്ങൾ യാതൊരു പങ്കുമില്ല, ഒന്നുമില്ല. ആ പോയത് എന്തിനാണെന്നും വന്നത് എന്തിനാണെന്നും വിശദീകരിച്ചാൽ കൊടുത്തിട്ടുണ്ട്. അത് പേഴ്സണലാണ്, അത് ഇവിടെ പറയാൻ പറ്റില്ല അല്ലേ. നടക്കട്ടെ സാറേ, നടക്കട്ടെ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. എനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ഓരോന്നും പറയല്ലേ. ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. സതീശൻ സാറ് ഒരുപാട് മെഴുകുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇതിൽ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പ്രസക്തി ഒരു പരിധിവരെ കാണും. കാരണം ഫ്രഷാണ്, മന്ത്രിസഭ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തിനും നിങ്ങൾക്ക് എക്സ്ക്യൂസ് ആയിട്ട് പറയാം, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണ്, ഞങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ, ഞങ്ങൾ ഫസ്റ്റ് ഗിയറിലാണ്, സെക്കൻഡ് ഗിയർ ഇട്ടിട്ടില്ല, ഞങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരൂ എന്നൊക്കെ നമുക്ക് ഒരുപാട് വാദിക്കാൻ വേണ്ടി വാദിക്കാം. പക്ഷേ എത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നമുക്ക് നമ്മുടെ ഒരു വാർത്താ ചാനൽ ബിഗ് ടിവിയിൽ വന്ന ചെറിയൊരു സംഭവം നോക്കാം. വ്യക്തമായിട്ട് അവർ ക്ലിയർ കട്ടായിട്ട് സംഭവങ്ങൾ തുറന്നു പറയുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ഈ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദാനിയല്ല കള്ളൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കള്ളൻ. ഈ വിഴിഞ്ഞത്തെ കള്ളൻ അദാനിയുടെ കപ്പലിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശനെ പറ്റി. കാരണം ഈ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അദാനി ഒളിച്ചു വെച്ചിട്ടുള്ളതല്ല. ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഈ മേഖലയെ കുറിച്ച് പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ പറയുന്നു. നമ്മുടെ ചർച്ചയിലടക്കം പങ്കെടുത്തുകൊണ്ട് പറയുകയായിരുന്നു, ജൂൺ 1 മുതൽ ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, ഇത് പരസ്യമാണ് എന്ന്. ആ വാദം ഉന്നയിക്കുന്നവർ പക്ഷെ പ്രതികൂടൽ നിർത്തുന്നത് പ്രതിപക്ഷ നേതാവിനാണ്. അദ്ദേഹം അറിയാൻ വൈകിയോ എന്ന്. അദ്ദേഹം അറിയാൻ വൈകിയെങ്കിലും അറിഞ്ഞതിൽ ഇനിയിപ്പോ അപ്പോൾ തന്നെ അതിന്റെ പതിരില്ലാതെ കേരളത്തെ വിളിച്ചറിയിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പൊ ചില കാര്യങ്ങൾ ഒരല്പം വൈകി എന്നതുകൊണ്ട് അതിന്റെ അതായത് ജൂൺ 1 മുതൽ ഇതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അറിയേണ്ടവരൊക്കെ ഇത് സർക്കാരൊക്കെ ഇത് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വിഷയമായപ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് കിട്ടിയില്ല, ഞങ്ങളെല്ലാം ഇങ്ങനെയല്ല ഇത് പോകേണ്ടത്, എൻ്റെ സാധനം ഇങ്ങനെയല്ല, അത് വേറൊരു ഇനിയിപ്പോൾ പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ആൾക്കാർ. പിണറായി ഒരു വിഷയത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒരു തവണ അദ്ദേഹം പറയും. ആ പറഞ്ഞത് അപ്പുറവും ഇല്ല ഇപ്പുറവും ഉണ്ടാവില്ല. അങ്ങനെ വ്യക്തവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുന്ന കേരളത്തിൽ വളരെ ചുരുക്കം നേതാക്കളിൽ കണ്ടുവരുന്ന
ചാഞ്ചാട്ടമില്ലാതെ പറയുന്നത് പഠിച്ചു പറയുകയും പഠിച്ചു പറഞ്ഞതിന് ശേഷം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു നേതാവാണ് പിണറായി. അദാനി കമ്പനിയുടെ ഷെയർ മറ്റൊരു കൂട്ടർക്ക് കൈമാറുകയാണെങ്കിൽ അത് 25% കൂടുതലാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ളതാണ് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എല്ലാ സർക്കാർ ഇക്കാര്യത്തിൽ അദാനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല. ഇതിനെ മുൻകൂർ അനുമതി ഇല്ലാതെ നടപടികളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. അത് നിരസിക്കേണ്ടതാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലൊരു കമ്പനി ഈ നടപടികളിലേക്ക് നീങ്ങിയെന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് തീർത്തും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ്. ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നീങ്ങാൻ എങ്ങനെ ധൈര്യം കിട്ടി? അപ്പോൾ ഏതോ തരത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വിഴിഞ്ഞം അദാനിയെ കൺസെഷനായിട്ട് കാണുമ്പോൾ ആ കൺസെഷൻ എഗ്രിമെന്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 20%-ലധികം ഷെയർ മറ്റേതെങ്കിലും ആൾക്ക് കൊടുക്കുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ട് പരിഗണിക്കുന്നു. അതിന് മുൻകൂർ അനുമതി സംസ്ഥാന ഗവൺമെന്റിന് വേണം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. സാധാരണഗതിയിൽ ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കിയാൽ അദാനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. നിയമവ്യവസ്ഥയുടെ ലംഘനം വന്നാൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ നിയതമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാൻ പാടുള്ളൂ. അതിൽ വ്യത്യസ്തത വരും. അതിനെയാണ് വ്യക്തം, കൃത്യം, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. A1 SKC ഇവനല്ലേ നെയ്യ്. വ്യക്തത, കൃത്യത എന്ന് പറഞ്ഞാൽ അതായത് വിഴിഞ്ഞം കരാറിൽ വ്യക്തമായിട്ട് പച്ച മലയാളത്തിലും പച്ച ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്, 25%-ൽ കൂടുതൽ ഷെയർ അദാനി മറ്റുള്ള ആർക്കെങ്കിലും മറിച്ചു വിൽക്കുകയാണെങ്കിൽ അതിനെ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് കേരള സർക്കാർ ഉടമസ്ഥാവകാശത്തിലുള്ള വിഴിഞ്ഞം പോർട്ടിലെ കുടിയാനായ അദാനിക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് അദാനി മറിച്ചു വിൽക്കുകയാണെങ്കിൽ 25%-ൽ കൂടുതൽ ഓഹരികൾ വിൽക്കുകയാണെങ്കിൽ അതിനെ ഉടമസ്ഥാവകാശ കൈമാറ്റമായി കണക്കാക്കിക്കൊണ്ട് ഗവൺമെന്റിന് നോ ഒബ്ജക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്ഷൻ പറയാം. അവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അവിടെ കേരള സർക്കാർ പറയാണ് പറ്റില്ല. അങ്ങനെ MSCക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ MSCക്ക് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. അദാനിയുമായിട്ടുള്ള കരാറ് റദ്ദാക്കട്ടെ. അദാനിയുമായുള്ള കരാറ് റദ്ദാക്കിയതിന് ശേഷം MSCക്ക് വേണമെങ്കിൽ പുതിയൊരു കരാർ ഗവൺമെന്റുമായി ഒപ്പിട്ടുകൊണ്ട് ഗവൺമെന്റ് കൊടുക്കും. അതാണ് പിണറായി പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാതെ അദാനി വന്നിട്ട് നമ്മളൊരാൾ വന്നിട്ടുണ്ട്, നമ്മൾ സാധനം കുറച്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ണ് പൂട്ടിയേക്ക് എന്ന് പറയുമ്പോൾ പൂട്ടലല്ല സതീശൻ സാറിൻ്റെ പണി. മനസ്സിലായില്ലേ? അത് വളരെ വ്യക്തമായിട്ട് കരാറിൽ എഴുതിയിട്ടുണ്ട്. അദാനിക്ക് കൊടുത്തിട്ടുള്ള സാധനം അദാനി മറിച്ചടിക്കുമ്പോൾ മറിച്ചടിക്കുന്നതിൻ്റെ ശതമാനം 25% കൂടുതലുള്ള ഷെയറുകളാണെങ്കിൽ അത് ഒരു തരത്തിലും കേരള സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരള സർക്കാർ ഒബ്ജക്റ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് അത് നിർത്തണം. കാരണം ഇത്രയും വലിയൊരു ഡീലാണ്. 2000 കോടി ഉറുപ്പ്യക്ക് മേടിച്ച സാധനം അതിൻ്റെ പകുതി 13,000 കോടിക്ക് വിൽക്കുമ്പോൾ അതൊക്കെ അദാനിയുടെ കഴിവ് തന്നെ. പക്ഷേ ഗവൺമെന്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിൽക്കുന്നുണ്ട്. അതൊരു നോക്കൂത്തിയോ റബ്ബർ സ്റ്റാമ്പോ അല്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ഓണർഷിപ്പ്, വീനത്തിൻ്റെ ഓണർ ഗവൺമെന്റ് ആണ്. കരാർ പ്രകാരം കുടിയാന് കൊടുത്ത സാധനം കുടിയാൻ മറിച്ച് വെക്കുമ്പോൾ മുതലാളിയോട് ചോദിക്കണം, ഞാനിതാ ഇത്രയും വലിയൊരു എമൗണ്ടിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുതലാളിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ബെനിഫിറ്റ്സ് എന്തെങ്കിലും വരുമെങ്കിൽ. അല്ലെങ്കിൽ മുതലാളിയുടെ അവകാശം എന്ന് പറഞ്ഞ ഒരാളെ അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പുട്ടും കടലയും മേടിച്ചു കൊടുത്തിട്ട് മറിച്ചടിക്കേണ്ട സാധനമല്ല വീനം ബോട്ട് പോലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരാർ. ഭീമമായ നിക്ഷേപം എന്നും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിനുള്ള ഇന്ധനം എന്നൊക്കെയുള്ള വലിപ്പം പറച്ചിലുകൾക്ക് പിന്നാലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ സംശയം ആരോപിക്കപ്പെടുകയാണ്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ MSCയുമായി അദാനി ഗ്രൂപ്പ് കരാറിലേർപ്പെട്ടതിന് പിന്നിൽ അരുതാത്തതെന്തോ നടന്നിട്ടുണ്ടാകാം എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണം. വിഴിഞ്ഞം തുറമുഖത്തെ ബഹുരാഷ്ട്ര കുത്തക കമ്പനിക്ക് വിൽക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഓഹരി കൈമാറ്റം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടാകില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഉറപ്പിൽ അവിശ്വാസം ആരോപിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അദാനി നടത്തിയത് നിയമലംഘനവും കരാർ ലംഘനവുമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി വേണ്ടി സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി ഇടപാടുകൾ പൂർത്തിയാക്കാൻ അദാനി ഗ്രൂപ്പിന്
ഇതിന് സാധിച്ചത് എങ്ങനെ? അദാനിക്ക് കേരളത്തിൽ ആരാണ് ഭീമമായ അതാണ് പോയിന്റ്. സർക്കാരിന്റെ അനുമതിയൊന്നും ഇല്ലാതെ ഇവർക്ക് ഈ പേപ്പർ വർക്കുകൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് MSCയുമായുള്ള ധാരണയിലേക്ക് എത്താനുള്ള ശക്തി, ആ പവർ ഏത് വിമാനമാണ് കൊടുത്തത്? അവിടെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നത് അവിടെയാണ്. ഈ സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിൽ വലിയൊരു അഴിമതിയാണ്. 13,000 കോടിയുടെ എത്ര % എമൗണ്ട് എവിടെയൊക്കെ കൊടുത്തു, എങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ഈ കരാറ് ഇത്രയും എളുപ്പത്തിൽ നേരിട്ട് ഗവൺമെന്റിലേക്ക് എത്താതെ ഇവർ ഈ പേപ്പർ വർക്കുകൾ നടത്താനുള്ള ശക്തി ഇവർക്ക് ആര് കൊടുത്തു എന്നുള്ളത് വ്യക്തമാക്കിയേ പറ്റും. ഓഹരി വാങ്ങിക്കാൻ താല്പര്യമുള്ള കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണം. അതാണ് അദാനി ആദ്യം ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത്. MSC കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ചു. ഇനി അനുമതിയെല്ലാം വാങ്ങിച്ചെല്ലുമ്പോൾ ഓഹരി വാങ്ങിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരരുത്. അതിനുവേണ്ടിയാണെന്നേ ഈ MOU ആദ്യം തന്നെ സൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെബിയുടെ അനുമതി വാങ്ങണം. അതും അദാനി ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ശതമാനം ഓഹരിയാണ് കൈമാറ്റം ചെയ്തത്, അത് സംബന്ധിച്ച ഡാറ്റ പൊതുസമൂഹത്തെ അറിയിക്കണം, പബ്ലിഷ് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ വാർത്ത ലീക്ക് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം അദാനി ചെയ്തിരിക്കുന്നത്. 4ാമത്തെ സ്റ്റേജ് മാത്രമാണ് കേട്ടോ സംസ്ഥാന സർക്കാരിന്റെ അനുമതി എന്ന് പറയുന്നത്. അതിനാണ് ഇന്നലെ ഒരു കത്ത് സർക്കാരിന് മുമ്പിൽ അവർ സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണെന്നേ നടപടി. അത് കൃത്യമായി അദാനി ഗ്രൂപ്പ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഹരി സംബന്ധിച്ചാണല്ലോ, അതിന്റെ ശതമാനം സംബന്ധിച്ചാണല്ലോ തർക്കം എന്ന് പറയുന്നത്. 2015 ഉണ്ടാക്കിയ കരാർ പ്രകാരം നിർമ്മാണ ഘട്ടത്തിൽ 25% വരെ ഓഹരി അദാനിക്ക് ആർക്കു വേണമെങ്കിലും വിൽക്കാം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റു പാർട്ണർമാരെ ആവശ്യമായി വന്നാൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഉപാധി കരാറിൽ വെച്ചിരിക്കുന്നത്. അദാനിയുടെ കയ്യിൽ പണമില്ലാതെ വന്നാൽ പദ്ധതി മുടങ്ങരുത്, അതിനുള്ളൊരു മുൻകരുതലാണെന്നേ ഇത്. ഇനിയിപ്പോൾ പദ്ധതി പൂർത്തിയായി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി അദാനിക്ക് ആർക്കും വേണമെങ്കിലും വിൽക്കാം. അതും കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കേട്ടു. കഴിഞ്ഞ ദിവസമാണല്ലോ വിഴിഞ്ഞത്ത് 1000ാമത്തെ കപ്പൽ വന്നത്. നമ്മളെല്ലാം അത് ആഘോഷിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ പോർട്ട് ഇപ്പോൾ ഓപ്പറേഷനിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ അദാനിക്ക് 49% ഓഹരി വിൽക്കുന്നതിൽ ഒരു തടസ്സവുമില്ലെന്നേ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് ഉന്നയിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമാണ് കേട്ടോ. അതായത് ഇത്തരം കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭയിൽ ഒരാൾ മാത്രമായിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അങ്ങനെ ഗവൺമെന്റിന്റെ അനുമതി അവസാനമാണ് വേണ്ടതെങ്കിൽ ഈ പബ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് ഫസ്റ്റ് ഈ വാർത്ത ഇപ്പോൾ വെക്കാനുള്ള കാരണം എന്താ അറിയോ? ഇതിൽ ഇല്ലീഗൽ പോയിന്റ്സ് ഇല്ല എന്ന് വാദിക്കുന്നവരുടെ വാദമാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. നമ്മൾ ഏത് കാര്യം പറയുമ്പോൾ 2 ഭാഗവും പറയണം. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ വാർത്ത വായിക്കുന്ന ഈ വാർത്താ പ്രവർത്തകൻ ഇത്രയും വിവരങ്ങൾ അറിയാമെങ്കിൽ ഓക്കെ, എനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ഓരോന്നും പറയല്ലേ. ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ആൾ. ആര്യാടൻ സാറിന്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ്. ഇപ്പൊ അദാനിയുടെ ആളെ ഞാൻ എന്തിനാ പോയത് ഇലക്ഷൻ കാലത്ത് അദാനിയുടെ എവിടെ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ എന്തുവായി പറയുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായ കാര്യം ആരും ചോദിക്കണ്ട. അദാനിയുടെ കാര്യം ചോദിച്ചപ്പോൾ അദാനിയെ അറിയില്ല, അദാനിയായിട്ട് ബന്ധമുള്ള ആളെ അറിയില്ല. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം. 1 മാസം മുന്നേ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് അതും അറിയില്ല. ഇയാൾ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം എല്ലാം കറക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള വരുമാനം എന്ന് പറയുന്നത് സമുദ്രങ്ങൾ വഴി നടത്തിയിട്ടുള്ള വാണിജ്യങ്ങളിൽ നിന്ന് കിട്ടിയത് തന്നെയാണെന്നേ. അത് കോഴിക്കോടായാലും കൊടുങ്ങല്ലൂരായാലും ആലപ്പുഴയായാലും കായംകുളമായാലും കൊല്ലമായാലും കൊച്ചിയായാലും നമ്മുടെ മാത്രമല്ല കേട്ടോ, രാജ്യത്തിന്റെ തന്നെ വലിയ വരുമാന മാർഗമായിരുന്നു ഈ തുറമുഖങ്ങളെല്ലാം. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 600 കിലോമീറ്റർ തീരദേശമുണ്ട്. ബ്ലൂ എക്കോണമി തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി. അതുകൊണ്ട് സമുദ്ര മിഷനെ സർജിക്കൽ സ്ട്രൈക്ക് പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളുണ്ടല്ലോ, അത് ലളിതമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇതാ കേരളത്തിലേക്ക് ഒരു വലിയ വിദേശ നിക്ഷേപം വന്നിരിക്കുന്നു. അതിനെ തുരങ്കം വെക്കാനുള്ള നീക്കമാണ് ഇതിനെയൊക്കെ എതിർക്കുന്നവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു മുറവിളി നടക്കുന്നുണ്ട് കേട്ടോ. വരുന്നത് 13,220 കോടി രൂപ
രൂപയാണല്ലോ. പക്ഷേ ആ പണം ആർക്കാണ് കിട്ടുന്നത്? കേരളത്തിലാണോ? അല്ല, ആ പണം കിട്ടുന്നത് അദാനിക്കാണെന്നേ. അദാനി 3000 കോടി രൂപ ഇതുവരെ ചെലവിട്ടിട്ടുണ്ട്. എന്നിട്ട് 49% ഓഹരി MSCക്ക് വിറ്റിട്ടുണ്ട്. അതുവഴി 13,220 കോടി രൂപ അദാനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പൈസ പോലും കേരളത്തിന് കിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞതാണ് സത്യം. കേരളത്തിന് ഒരു ഉറുപ്പ്യ പോലും കിട്ടൂല. അദാനി മേടിച്ച സാധനം അദാനി മറിച്ചു വെക്കുന്നു. സർക്കാരിനോട് ചോദിച്ചില്ല എന്നാണ് വിഷയം. അതാണ് ടോപ്പിക്. അത് സംസാരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ തുരങ്കം വെക്കാൻ പോകുന്നു, കേരളത്തിൽ ഇതാ ചുവന്ന കൊടി കുത്തുന്നു, കേരളത്തിൽ ഇതാ സമരം ചെയ്യുന്നു, ഇത് കേരളത്തിൽ ഇതാ വികസന വിരോധികൾ വന്നിരിക്കുന്നു, വികസനം വിടുന്നില്ലേ. അയ്യോ എടോ, വികസനം വരട്ടെ, കമ്പനികൾ വരട്ടെ, നിക്ഷേപം വരട്ടെ, എല്ലാം വന്നോട്ടെ. കേരള സർക്കാർ അദാനി എന്ന് പറയുന്ന ആൾക്ക് കരാറിൽ കൊടുത്തിട്ടുള്ള സാധനം അദാനി എന്ന് പറയുന്ന ആൾ മറിച്ചു വിൽക്കുമ്പോൾ സർക്കാരുമായുള്ള കൂടിയാലോചനയും സർക്കാരുമായുള്ള ടേംസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? ഒറ്റ ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അയ്യോ രക്ഷിക്കണേ, നിലവിളി ശബ്ദമിടോ എന്ന് പറയാതെ കാര്യമായി വ്യക്തമായി പറയൂ. അല്ലാതെ ആരെയും പരിചയമില്ല, മറ്റേ ഇയാളുടെ ബന്ധുവാണ്, അയാളൊന്നും ഇതല്ല, ഇങ്ങനെയല്ല സ്വിസ് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ പോയതരേ? ഇവിടെ ഒന്നും അത്രയും കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. ഒന്നും ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. കിട്ടിയിരിക്കുന്നത് എന്തോ ആരും കാണാതെ, ആരും കാണില്ലെന്ന് ഉറപ്പുള്ള എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വലിയൊരു നിധികുംഭമാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.